ഹലോ ഫ്രണ്ട്സേ, ബുള്ളറ്റ് മാനുമാണ്, വയനാട്ടിലാണ്. നമ്മളെ കേരള സർക്കാരിൻ്റെ ടൗൺഷിപ്പ് കാര്യങ്ങൾ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നത്, ഉദ്ഘാടനങ്ങൾ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ 101 വീടുകളുടെ 51 വീടുകളുടെ ഉദ്ഘാടനം, താക്കോൽദാനം കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ കണ്ടു. വളരെ അഭിനന്ദനാർഹം. സർക്കാരിനും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിനും ഒക്കെ അഭിനന്ദിക്കുകയാണ്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ. അതുപോലെ തന്നെയാണ് നാസർ മാനു എന്നൊരു വ്യക്തിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ കുറ്റൂർ അബ്ദുറഹ്മാനാജിൻ്റെ ഒരു കരുണ നിറഞ്ഞ മനസ്സുകൊണ്ടും ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു സൗധങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. 28ഓളം വീടുകൾ, വളരെ സുന്ദരമായിട്ടുള്ള കുഞ്ഞു വീടുകളാണ് കൂടിയിട്ട് ഉള്ളത്. മനോഹരമായിട്ട് സെൻട്രലിലൂടെ റോഡൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഇത് കുറച്ച് മുന്നേ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ചെയ്തിരുന്നു. പണി നടക്കുന്ന സമയത്ത് കുറച്ച് സമയം കൂടി ഇതിൻ്റെ കുറച്ച് വർക്കുകളും ബാക്കിയുണ്ട്. എത്രയും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ വയനാട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ട നമ്മളെ സഹോദരന്മാർക്ക്, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ഒരു ഭവനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണം കഴിഞ്ഞ് അതായത് അതിൻ്റെ വർക്കുകളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇത് താമസക്കാർക്ക് ഒരുവിധം കുറച്ച് വീടുകളൊക്കെ നമ്മൾ ഇതിൻ്റെ ചാവി കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതും അടുത്ത് തന്നെ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കും. ഇനി അപ്പുറത്തും നമുക്ക് മറ്റു കുറച്ച് വീടുകൾ കൂടി കാണിക്കാനുണ്ട്. ഏകദേശം നാസർ മാനിക്കാൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 60ഓളം വീടുകൾ ഇത് പണി കഴിഞ്ഞ് ഏകദേശം ഇവർക്ക് താമസ സൗകര്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തൊട്ടടുത്തുള്ള വീടുകൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ അതുപോലെ തന്നെ നാസർ മാനിക്കാൻ്റെ ആ ഒരു 28 വീടുകളുടെ പണി കഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുക, ഓരത്ത് തന്നെ അതിൻ്റെ തൊട്ട് ചാരി തന്നെയാണ് നമ്മുടെ ഈ തമിഴ്നാട് അഹ്ലു സുന്നത്ത് വൽ തമിഴ്നാട് ജമാഅത്തുൽ ഉലമയുടെ കീഴിലുള്ള 15 വീടുകൾ 15 വീടുകളുടെ നിർമ്മാണം. അത് ഏകദേശം ഇതിൻ്റെ പണികളൊക്കെ എന്താ പറയുക, ഇതിൻ്റെ ചാവി കൈമാറൽ, കീ കൈമാറൽ, ഹാൻഡ് ഓവറൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 14 വീടുകളിലും താമസക്കാരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ താൽക്കാലികമായിട്ട് 3 മാസത്തേക്ക് ഇവിടെ താമസിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് 3 മാസം കഴിഞ്ഞിട്ട് സർക്കാരിൻ്റെ വീടുകളോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ സ്ഥിരം താമസാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെ ഒരു വൈറ്റ് പെയിൻറ്റ്, അവിടെ ഒരു യെല്ലോ കളർ പെയിൻ്റ് ആണെങ്കിൽ വെള്ള പെയിൻറ്റിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇതിനുള്ളിലൊരു പള്ളിയും അതുപോലെ തന്നെ മറ്റ് കുട്ടികൾ പഠിക്കാൻ സ്കൂൾ സൗകര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെന്ന് തോന്നുന്നത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു പള്ളി ഇവിടെ ഉണ്ട്. അത് തൽക്കാലം നിസ്കാര പള്ളിയാവും. മറ്റ് ആ ഒരു വീടുകളും, അതായത് നാസർ മാനിക്കാൻ്റെ കീഴിലുള്ള വീടുകളും പണി പൂർത്തിയായി താമസക്കാരായി കഴിഞ്ഞാൽ ജമാഅത്തിനും തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ ഒരു ദിവസം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടവരാണ് അല്ലേ. നമ്മളൊക്കെ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും എവിടെ ജനിച്ചവരാണെങ്കിലും നമ്മളൊക്കെ മലയാളികളാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ്. സൗഹാർദ്ദത്തോടെ വളരെ ഐക്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മളെപ്പോലെയുള്ള ആളുകളായിരുന്നു ഒരു ദിവസം കൊണ്ട്. ഈ ഒരു വീടോ ഈ ഒരു സ്ഥലങ്ങളോ ഒരു ജൂലൈ 30-ന് മുന്നേ കാപ്പിത്തോട്ടങ്ങളും ഇതുപോലെ തന്നെ പറമ്പുകളായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. അവിടെ ജീവിച്ചവർ അന്ന് അർദ്ധരാത്രി വരെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ താമസം മാറേണ്ടി വരും, ഞങ്ങൾ താമസം പറിച്ച് നടേണ്ടി വരും എന്നുള്ളത് ഒരിക്കലും അവരാരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഭവനത്തിന് പുറമേ ആയിട്ട് തന്നെ ഇവിടെ മറ്റു സംഘടനകളും അതുപോലെ തന്നെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകളും കാരുണ്യം എന്താ പറയുക സുമനസ്സുള്ള ആളുകളൊക്കെ അവരെ ഉള്ള സഹായങ്ങളെ കൊണ്ട് കുറച്ച് ഭവനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് എല്ലാവർക്കും അതിൻ്റെ തക്കതായ പ്രതിഫലം ഈ റമദാൻ മാസത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.